ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ സെബാസ്റ്റ്യൻ. ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന വിശുദ്ധ സെബാസ്റ്റ്യൻ ഫ്രാൻസിലെ നെർബോണിലാണ് ജനിച്ചത്. ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തിന് ക്രൈസ്തവ വിശ്വാസം പകർന്നു നൽകിയിരുന്നു. മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വിശുദ്ധൻ സൈന്യത്തിൽ ചേർന്നത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലും വിവേകപൂർണമായ പെരുമാറ്റത്തിലും സംപ്രീതനായ ഡയോക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ സൈന്യാധിപനായി സ്ഥാനക്കയറ്റം നൽകി. തന്നിമിത്തം ക്രിസ്തീയ സൈനിക തടവുകാരെ സന്ദർശിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. തടവറയിൽ കാവൽ നിന്നിരുന്ന ഒരു സൈനികൻ്റെ ഭാര്യ ഊമയായിരുന്നു. വിശുദ്ധൻ അവരുടെ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചു. ഇതിന് സാക്ഷിയായ ചില ഭടന്മാരും റോമൻ ഗവർണറും ക്രിസ്തുമതം സ്വീകരിച്ചു. വിശുദ്ധൻ ക്രിസ്ത്യാനിയാണെന്ന വിവരം ഡയോക്ലീഷ്യൻ ചക്രവർത്തി അറിയുകയും അദ്ദേഹത്തെ ക്രിസ്തുമതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന് തയ്യാറാകാതെ വന്ന വിശുദ്ധനെ കുപിതനായ ചക്രവർത്തി മൈതാന മധ്യത്തിൽ മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്തു കൊല്ലുവാൻ ആജ്ഞാപിച്ചു. രക്തം വാർന്ന് ബോധം മറഞ്ഞ വിശുദ്ധനെ അയറീൻ എന്നൊരു ഭക്തശ്രീ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി. ഇതറിഞ്ഞ ചക്രവർത്തി അദ്ദേഹത്തെ ഒരു ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു കൊല്ലുവാൻ ഉത്തരവിട്ടു. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു. സൈനിക സേവനം ഭക്തജീവിതത്തിന് അത്ര പ്രയോജനമല്ല. എന്നിട്ടും വിശുദ്ധ സെബാസ്റ്റ്യൻ ഒരു ഉത്തമ പ്രേക്ഷിതനായി ക്രിസ്തുനാഥനെ സേവിച്ചു. വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ഈ വിശുദ്ധൻ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.